വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മനുഷ്യൻ സുഖസമൃദ്ധി തേടിയുള്ള പ്രയാണത്തിലാണ് ഇന്ന് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത്. ലഭ്യമാകുന്ന നേട്ടങ്ങളുടെ മൂല്യത്തിന് ആനുപാതികമായി ലാഭനഷ്ടങ്ങൾ വിലയിരുത്തിയാണ് ഓരോ വെല്ലുവിളിയും മനുഷ്യൻ ഏറ്റെടുക്കുന്നത്. പണം, പ്രശസ്തി, പദവി എന്നിവ നേടിയെടുക്കുവാനുള്ള ഓട്ടത്തിനിടയിൽ നഷ്ടസാധ്യതകൾ ഏറെയുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നേ ഇല്ല. സഭയിൽ ലാഭം നോക്കിയുള്ള സംരംഭങ്ങൾക്കാണ് ഇന്ന് പ്രാധാന്യം നൽകുന്നത്. തൽഫലമായി ആലംബഹീനരും ദരിദ്രരും ക്ഷീണിതരുമായ സാധാരണ ജനങ്ങൾ അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണ് എവിടെയും. ഈ സാഹചര്യത്തിലാണ് സഭ ദൈവരാജ്യത്തിനു വേണ്ടി സാഹസികമായി നഷ്ടസാധ്യതകൾ ഏറ്റെടുക്കുക എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ പഠനത്തിനായി സഭ തിരഞ്ഞെടുത്തിരിക്കുന്നത് എസ്തേറിൻ്റെ പുസ്തകമാണ്. തന്നെക്കാൾ താൻ സ്നേഹിച്ചിരുന്ന വസ്തിരാജ്ഞിയെ തൻ്റെ താല്പര്യത്തിന് വിപരീതമായി പ്രവർത്തിച്ചു എന്ന കാരണം കൊണ്ട് അഹശ്വേരോശ് രാജാവ് രാജ്യസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത സാഹചര്യത്തിൽ തൻ്റെ ജാതിയും കുലവും ഒന്നും അറിയിക്കാതെ യഹൂദവനിതയായ എസ്തേർ ദൈവഹിതപ്രകാരം അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. എസ്തേർ മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളായിരുന്നതിനാൽ എസ്തേറിൻ്റെ സുഖവർത്തമാനം അറിയുന്നതിനു വേണ്ടി രാജകൊട്ടാരത്തിന് സമീപം തന്നെ മൊർദെഖായി നടന്നുകൊണ്ടിരുന്നു. അഹശ്വേരോശ് രാജാവ് ഉന്നത പദവിയിൽ നിയമിച്ച ഹാമാനെ രാജാവിൻ്റെ സകല രാജഭൃത്യന്മാരും കുമ്പിട്ട് നമസ്കരിച്ചുവെങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടില്ല. തൽഫലമായി മൊർദെഖായിയെയും അവൻ്റെ ജാതിയിൽ ഉൾപ്പെട്ട എല്ലാ യഹൂദന്മാരെയും നശിപ്പിക്കുവാനുള്ള കൽപ്പന ഹാമാൻ രാജാവിൻ്റെ കയ്യിൽ നിന്ന് നേടിയെടുത്തു. ഈ വിവരം അറിഞ്ഞ മൊർദെഖായി തനിക്ക് വരാമാകുന്ന അപകട സാധ്യതകളെ അവഗണിച്ച് വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ നിലവിളിച്ചു. 4:1 രട്ടെടുത്തുകൊണ്ട് ആർക്കും തന്നെ രാജാവിൻ്റെ പടിവാതിലിനകത്ത് പ്രവേശിപ്പാൻ അനുവാദമില്ലാത്തതിനാൽ പട്ടണത്തിന് നടുവിൽ രട്ടെടുത്തുകൊണ്ട് മൊർദെഖായി നിലവിളിക്കുകയാണ്. ഓരോ വിശ്വാസിയും കർത്താവിന് വേണ്ടി സാഹസികമായി നിൽക്കേണ്ടുന്നവരാണ്. ഇന്ത്യയിൽ 12 സംസ്ഥാനങ്ങൾ മതപരിവർത്തനത്തിനെതിരെ കർശന നിയമങ്ങൾ പാസ്സാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ നിയമങ്ങൾ പാസ്സാക്കിയെന്ന് ചോദിച്ചുകൊണ്ട് സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയുമാണ്. അവർ സമർപ്പിക്കുന്ന വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിവർത്തനത്തിനെതിരായി നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കണമോ റദ്ദാക്കണമോ എന്ന് സുപ്രീം കോടതി തീരുമാനിക്കും. ഇവിടെ ഓരോ വിശ്വാസിയും മൊർദെഖായിമാർ ആകേണ്ടിയിരിക്കുന്നു. മൊർദെഖായി പട്ടണത്തിന് നടുവിൽ നിന്ന് കരഞ്ഞതുപോലെ, തൻ്റെ മുൻപിലുള്ള അപകട സാധ്യതകളെ കണ്ടുകൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞതുപോലെ വിശ്വാസി കരയുവാൻ തയ്യാറാകണം. ദൈവരാജ്യത്തിന് വേണ്ടി സാഹസികമായി നിലവിളിക്കുന്ന മൊർദെഖായി. ഇതിന് സമാനമായ ഒരു വെല്ലുവിളി എസ്തേർ രാജ്ഞിയും ഏറ്റെടുത്തു. രാജ്ഞിയേക്കാൾ അധികമായി രാജാവ് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഹാമാൻ എന്ന വ്യക്തിക്കെതിരായിട്ടാണ് രാജസന്നിധിയിൽ എസ്തേറിന് പോകേണ്ടിയിരുന്നത്. രാജാവ് വിളിക്കാതെ ആർക്കും തന്നെ രാജാവിൻ്റെ അടുക്കൽ അകത്ത് ചെല്ലുവാൻ അനുവാദമില്ലായിരുന്നു. അനുവാദം കൂടാതെ അകത്ത് ചെല്ലുന്നവർക്ക് നേരെ രാജാവ് പൊൻചെങ്കോൽ നീട്ടുന്നില്ല എങ്കിൽ വധിക്കപ്പെടും എന്ന നിയമവും അന്ന് ഉണ്ടായിരുന്നു. 30 ദിവസത്തേക്ക് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ എസ്തേറിന് അനുവാദം ഇല്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ യഹൂദന്മാർ ഒന്നിച്ചും കൂടി 3 ദിവസം രാവും പകലും ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവസിക്കുവാൻ തയ്യാറായി. എസ്തേർ പറയുന്നത്, നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ഞാൻ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. 4:16 മൊർദെഖായിയിലൂടെ തനിക്ക് സന്ദേശം ലഭിക്കുമ്പോൾ തിന്മയുടെ പര്യായമായ ഹാമാനെതിരെ നഷ്ടസാധ്യതകളെ ഏറ്റെടുത്തുകൊണ്ട് സാഹസികമായി പ്രവർത്തിപ്പാൻ എസ്തേർ തയ്യാറായി. അനുവാദം കൂടാതെ
രാജസന്നിധിയിൽ ചെന്ന എസ്തേറിന് നേരെ രാജാവ് പൊൻചെങ്കോൽ നീട്ടി. ഹല്ലേലൂയ! ദൈവജനത്തിൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. തനിക്കുണ്ടാകുവാനിടയുള്ള ലാഭനഷ്ടങ്ങളെ ഗണ്യമാക്കാതെ ദൈവാശ്രയത്തിൽ പ്രവർത്തിക്കുവാൻ എസ്തേർ തയ്യാറായി. ഹാമാൻ എന്ന തിന്മശക്തിയെ നശിപ്പിച്ചാൽ മാത്രമേ തൻ്റെ ജനത്തിന് വിടുതൽ ലഭിക്കൂ എന്ന് എസ്തേർ മനസ്സിലാക്കി. ദൈവരാജ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ തിന്മശക്തിയോടെ എതിരിടുവാൻ നാം തയ്യാറാകണം. നഷ്ടങ്ങളുണ്ടാവാം, ജീവൻ തന്നെ ഇല്ലാതാകാം. എങ്കിലും കർത്താവിനു വേണ്ടി ജീവൻ നൽകുവാൻ നാം തയ്യാറാകണം. കർത്താവെ, ദൈവരാജ്യത്തിനെതിരായി വളരുന്ന തിന്മശക്തികളോട് സത്യതകളെ ഏറ്റെടുത്തും പോരാടുവാൻ എന്നെ ഒരുക്കണമേ. ആമേൻ.